എല്ലാവർക്കും നമസ്കാരം. ശുഭദിനം നേരുന്നു. എൻ്റെ പേര് അഫീഫ അമ്മീൻ, സൈക്കോളജിസ്റ്റാണ്, ട്രെയിനറാണ്. ഞാൻ വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പോസ്റ്റ്മാൻ്റെ കഥയാണത്. അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോസ്റ്റ്മാൻ എന്നുള്ള തൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സമയം വീട്ടിലെത്തുന്നത് വരെ 1 മണിക്കൂർ നേരം അദ്ദേഹത്തിന് ഫ്രീ ടൈമാണ്. ഈ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള തോന്നലിൽ അദ്ദേഹം പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇടപഴകി ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രകൃതിയായിട്ട് കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം കുറെ ഭംഗിയുള്ള കല്ലുകൾ കാണുകയാണ്. അദ്ദേഹത്തിനൊരു തോന്നല്, ഈ ഭംഗിയുള്ള കല്ലുകൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള തോന്നല് അദ്ദേഹം ഒരു ദിവസം അതിങ്ങനെ അടുക്കി പെറുക്കി എടുത്തു വെച്ചു. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ഇദ്ദേഹം ഇത് തന്നെ ചെയ്തു. പിറ്റേ ദിവസം അങ്ങനെ പോകെ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഈ കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല. അദ്ദേഹം കേവലം ഒരു പോസ്റ്റ്മാൻ മാത്രമായിരുന്നു. പോകെ 33 വർഷം കാലം കൊണ്ട്, ഏകദേശം 12,000-ഓളം ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം വലിയൊരു മോണ്യുമെന്റ്, വലിയൊരു പാലസ്, ഒരു കൊട്ടാരം തന്നെ ഉണ്ടാക്കുകയാണ്. ആ കൊട്ടാരത്തിന്റെ പേര് ദ ഐഡിയൽ പാലസ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ചാവൽ എന്നാണ്. ഈ ഒരു സ്റ്റോറിക്ക് പിറകിലുള്ള ഒരു വലിയൊരു മാജിക്കൽ എലമെന്റ് ഉണ്ട്. ഇദ്ദേഹം ഒന്നുമല്ലാതായിരുന്നിട്ടും ഇത്ര വലിയൊരു കൊട്ടാരം, ഇത്ര വലിയൊരു ചരിത്ര സ്മാരകം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിറകിൽ ഒരു വലിയൊരു മാജിക്കൽ എലമെന്റ് ഉണ്ട്. അതെന്താന്നല്ലേ? കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് മാത്രമാണ് ദിവസങ്ങളോളം, വർഷങ്ങളോളം ഒരേ പ്രവൃത്തി ഒരേ സമയത്ത്, ഒരേ സമയം എടുത്തുകൊണ്ട്, ഒരേ ഇൻട്രസ്റ്റോട് കൂടി ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വേണ്ടി സാധിച്ചത്. ഈ ഒരു സ്റ്റോറി ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ വി ബെസ്റ്റ് എന്ന് പറയുന്ന കൂട്ടായ്മയും അതിന്റെ 1000 ദിവസങ്ങൾ സംഗമിക്കുന്ന ഈ ഒരു ദിവസത്തിലേക്കുള്ള പോക്കുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദ ലോ ഓഫ് ഇൻക്രിമെന്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് കാണിച്ചു തന്ന ഒരു ഇൻസിഡന്റും കൂടെയാണ് ഈ വരാൻ പോകുന്ന 1000ാമത്തെ ദിവസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഒരു സിനാരിയോ നോക്കുവാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് രാവിലെ എഴുന്നേൽക്കുക, കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, കൃത്യമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളുടെയും ഭാഗമാവുക, അത് പ്രാക്ടിക്കലി അത് നടപ്പിൽ വരുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നമ്മളെ ബ്രയാൻ ട്രേസി പറഞ്ഞതുപോലെ ഏറ്റവും വലിയ തവളനെ, ഏറ്റവും ചൊറി പിടിച്ച വലിയ പൊക്കാച്ച തവളനെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഡിഫിക്കൽട്ട്, അത് നിങ്ങൾ ആദ്യം ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഏറ്റവും വലിയ തവള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉള്ള ഈ ഒരു കാലത്ത്, ഇത്രയധികം ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഈ ഒരു കാലത്ത് രാവിലെ എഴുന്നേൽക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക, അതും കൺസിസ്റ്റന്റ് ആയിട്ട് 1000 ദിവസങ്ങൾ പൂർത്തീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് അല്ലേ? അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും കൂടുതലായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം പ്രൗഡ് മൊമെന്റ് ആണ് എനിക്ക്. കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനിടയിൽ പിറവിയെടുത്തു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നാണ്. ഒരിക്കലും നടക്കില്ല എന്ന് വിധി എഴുതുന്ന ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെയധികം വലുതാണ് എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ വി ബെസ്റ്റ് എന്നുള്ള കൂട്ടായ്മ നടത്തി അതിന്റെ സാരഥിയായിട്ടുള്ള നമ്മുടെ ബൈജു സാറിന് വളരെയധികം ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മിഷൻ, ഒരു വിഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമായത്. കൂടാതെ കൂടെ പ്രവർത്തിച്ച ആളുകൾക്കും, ഇതൊരു കൂട്ടായ്മയാണല്ലോ, അപ്പം ബൈജു സാറിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച എല്ലാവരും തന്നെ ഇതിന്റെ ഒരു ഭാഗമാണ്. ക്ലാസ്സുകൾ, കുറേയധികം ക്ലാസ്സുകൾ കഴിഞ്ഞു. സുവനീർ വാക്കുകൾക്ക് അതീതമാണ്. ഇത്രയും നല്ലൊരു സുവനീർ അത് കണ്ടവരൊക്കെയും അത് വായിച്ചവരൊക്കെയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇത് സുവനീറായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അത്രയും ക്വാളിറ്റി ഉള്ള കുറേ എഴുത്തുകൾ, കുറേ ആളുകൾ, കുറേ പ്രതിഭകളുടെ എഴുത്തുകൾ അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ക്രോഡീകരിച്ച് അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. അത് സാധിച്ചു.
അങ്ങനെ സാധിക്കൂല എന്ന് കരുതിയ കുറേ കാര്യങ്ങൾ സാധിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. കുറേ മാറ്റങ്ങൾ, കുറേ ആളുകളുടെ ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ കാണാൻ സാധിച്ചു എന്ന് എനിക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുകയാണ് ഈ ഒരു കൂട്ടായ്മന്റെ ഭാഗമായി മാറിയതിൽ. ഇപ്പോൾ ദാ 1000-ാമത്തെ ദിവസം ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവിധ ആശംസകളും ബൈജൂസ് ഫാം സാറിനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിക്കും, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും, വി ബെസ്റ്റ് കൂട്ടായ്മയിലുള്ള ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും 1000 ദിവസങ്ങൾ, കുറേ അധികം നാളുകൾ ഈ ഒരു കൂട്ടായ്മ ഇതേപോലത്തെ ഇതിനേക്കാൾ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.